ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പിതാവും യേശുവിൻ്റെ പിതാവും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ തിരുവെഴുത്തിൻ പ്രകാരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വാക്യം വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ വെളിപ്പെടുത്തിയവൻ, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിയവൻ. യേശു ഈ ലോകത്തിലേക്ക് വന്നത് സത്യദൈവം ആരാണെന്ന് മനുഷ്യന് അറിയാനുള്ള വിവേകം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. കാരണം ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു എന്നാണ് വചനം. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന വിവിധ ഉദ്ദേശങ്ങളിൽ ഏറ്റവും മുഖ്യമായ ഒന്നാണ് മനുഷ്യർക്ക് സത്യദൈവം ഏതെന്ന് അറിയാനുള്ള വിവേകത്തെ കൊടുക്കുക എന്നുള്ളത്. പാപങ്ങളെ മോചിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അങ്ങനെ അനവധി ദൈവിക ഉദ്ദേശങ്ങൾ നിറവേറ്റേണ്ടതിന് വേണ്ടിയിട്ടാണ് ക്രിസ്തു യേശു എന്ന ദൈവപുത്രൻ ലോകത്തിൽ പ്രത്യക്ഷനായത്. ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത് പ്രകാരമാണ്: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അത് നമ്മൾ വചനത്തിൽ 1 തീമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നതാണ്. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനും, ദൈവത്തിൽ കാണത്തക്കതായ ഒന്നുമില്ല. കാരണം എന്തൊക്കെ കാണത്തക്കതായും കേൾക്കത്തക്കതായും അറിയത്തക്കതായും ഉണ്ടോ അതിൻ്റെയൊക്കെയും കാരണമാണ് ദൈവം. ആ വാക്ക് ഒന്നുകൂടി നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളണം. പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ടോ അതിൻ്റെ കാരണമാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തെ കാരണഭൂതനെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവത്തെ സംബന്ധിച്ചുള്ള നാമങ്ങളിൽ ഏറ്റവും കൃത്യമായ കലർപ്പില്ലാത്ത ഒരു നാമം എന്ന് പറയാം. കലർപ്പുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റ് വാക്യങ്ങൾ ഒക്കെയും ദൈവം സ്നേഹമാകുന്നു, ദൈവം വെളിച്ചമാകുന്നു, ഇങ്ങനെയുള്ള പദങ്ങൾക്കൊക്കെയും നമ്മൾ അർത്ഥവും അതിൻ്റെ പരമമായ ലക്ഷ്യവും അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതൊക്കെയും ദൈവിക സ്വഭാവങ്ങളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അറിയിക്കുന്നതാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള അവസ്ഥയിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ചെന്നെത്തുമ്പോൾ ദൈവം കാരണഭൂതൻ എന്ന് പറയുന്നതിന് സകലത്തിൻ്റെയും പൊരുൾ അവിടെയാണ് നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയായി തീർന്നത്, ഈ ലോകത്തിലുള്ള എല്ലാറ്റിനും കാരണമുണ്ട്. കാരണമില്ലാത്ത ഒരു സൃഷ്ടിയും ലോകത്തിലില്ല. കാഴ്ചയാലോ കേൾവിയാലോ അറിവിനാലോ ഏതെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ അതിനൊക്കെയും കാരണമുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിന് മാത്രം കാരണമില്ല. ഏതിന്? കാരണഭൂതനായ ദൈവത്തിന് മാത്രം കാരണമില്ല. സകല സൃഷ്ടിയുടെയും കാരണം വചനമാണ്. വചനത്താലാണ് സകലവും സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ആ വചനത്തിനും കാരണമുണ്ട്, അത് ദൈവമാണ്. എന്നാൽ കാരണഭൂതനായ ദൈവത്തിന് മാത്രം പിന്നെ കാരണമില്ല. അതുകൊണ്ട് തന്നെ കാര്യമില്ലാത്ത കാരണമാണ് ദൈവമെന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനപ്രകാരം പഠിക്കുന്നു. ഈ ലോകത്തിന് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്ന്
ഉണ്ടായി എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ ലോകത്തിന് കാരണം വചനമാണ്. വചനത്തിന് കാരണം ജ്ഞാനമാണ്. ജ്ഞാനത്തിന് കാരണം അത് ഉളവാക്കിയ ദൈവമാണ്. ദൈവത്തിന് കാരണം ഇല്ല. കാരണം ദൈവത്തിൽ ഉളവായതൊന്നുമില്ല. ദൈവത്താൽ ഉളവായത് ആണ് സകലതും. ദൈവത്തിൽ ഉളവായതൊന്നുമില്ല. ദൈവത്തിൽ സൃഷ്ടിയൊന്നുമില്ല. ദൈവത്തിൽ വെളിപ്പെടുത്തത്തക്കതായ ഒന്നുമില്ല. എന്തെല്ലാം വെളിപ്പാടുണ്ടോ, എന്തെല്ലാം സൃഷ്ടിയുണ്ടോ, എന്തെല്ലാം ഉളവായതുണ്ടോ അതിൻ്റെയൊക്കെയും കാരണമാണ് ദൈവം. ദൈവത്തിന് കാരണമില്ല. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു ദൈവം, എങ്ങനെ ദൈവം? കാര്യമില്ലാത്ത കാരണം, അല്ലെങ്കിൽ കാരണമില്ലാത്ത കാരണം, അതാണ് ദൈവമെന്ന് നമുക്ക് വചനത്തിൽ കൂടി ഗ്രഹിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു കാരണഭൂതനായ ദൈവം, ഇത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ ദൈവം. ആ ദൈവം ആരെന്ന് വെളിപ്പെടുത്തിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. 1 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അത് ഉപദേശ സംബന്ധമായിട്ടുള്ള വചനമായിട്ട് അനേകർ അത് എടുത്തു പറയുന്ന ഒരു വാക്യമാണ്. ആ വാക്യപ്രകാരമാണ് ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്, അല്ലെങ്കിൽ മലയാളത്തിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടെങ്കിൽ ജഡം ദൈവമാണോ? ജഡം ദൈവമാണോ? അല്ല. വെളിപ്പെട്ടത് ദൈവമാണോ? കാരണഭൂതനെയാണ് അവിടെ വെളിപ്പെടുത്തിയത്. അപ്പോൾ അതെങ്ങനെ സാധിക്കും? അതിന് വചനം പറയുന്നത് വചനം ജഡമായി തീർന്നു, അല്ലെങ്കിൽ വചനം മാംസമായി തീർന്നു, അല്ലെങ്കിൽ വചനം മനുഷ്യനായി തീർന്നു. ആ മനുഷ്യനിൽ ദൈവം വെളിപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ നാം കാരണഭൂതനായ ദൈവം മാത്രമാണ് ദൈവം എന്ന് നമ്മൾ സംശയമില്ലാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു. യേശുവിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു മായമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. സകല പ്രപഞ്ചത്തിൻ്റെയും കാരണഭൂതനാണ് യേശുവിൻ്റെ പിതാവായ ദൈവം. ഈ ദൈവത്തെ വെളിപ്പെടുത്തി. ആര് വെളിപ്പെടുത്തി? പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ. ഈ ദൈവത്തിൻ്റെ മടിയിൽ, അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാർവിൽ എന്നുള്ളതിൻ്റെ വിവർത്തനമാണ്. ഇംഗ്ലീഷിലും മറ്റുള്ള എല്ലാ ഭാഷകളിലും മാർവിൽ എന്നാണ്. അത് അവിടെ അതിലിരിക്കുന്ന, മാർവിലിരിക്കുന്ന അല്ലെങ്കിൽ മടിയിലിരിക്കുന്ന പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തി. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മാർവിലിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ സാരം എന്താണ്? ഈ പുത്രൻ എന്ന് പറയുന്നത്, ഈ ക്രിസ്തു എന്ന് പറയുന്നത്, അതായത് ദൈവപുത്രൻ തന്നെയാണ് ദൈവജ്ഞാനവും ക്രിസ്തുവും ദൈവശക്തിയും എല്ലാം ഈ ദൈവപുത്രൻ്റെ തന്നെ വിവിധ അവസ്ഥകളും അല്ലെങ്കിൽ നാമങ്ങളുമാണ്. അപ്പോൾ ഈ ദൈവപുത്രൻ ദൈവത്തിൻ്റെ ജ്ഞാനമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവപുത്രൻ്റെ വിവിധ അവസ്ഥകളാണ്. ദൈവശക്തിയാണ്, ദൈവജ്ഞാനമാണ്, ക്രിസ്തുവാണ്, വചനമാണ് എന്നിങ്ങനെ വിവിധ അവസ്ഥകളാണ് ദൈവപുത്രനുള്ളത്. ഈ ദൈവപുത്രൻ ഇരിക്കുന്നതാകട്ടെ ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. എന്തുകൊണ്ട്? അത് മനുഷ്യൻ്റെ അനുഭവത്തോട് ചേർത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ജ്ഞാനിയുടെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു. ഇതുപോലെ തന്നെ ജ്ഞാനിയായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ജ്ഞാനം പാർക്കുന്നു. ഏത് ജ്ഞാനം? ദൈവജ്ഞാനമാകുന്ന ക്രിസ്തു. ഈ ക്രിസ്തു തന്നെയാണ് ദൈവപുത്രൻ. അതായത് ജ്ഞാനിയുടെ ഹൃദയത്തിൽ
ജ്ഞാനം പാർക്കുന്നത് പോലെ ജ്ഞാനിയാകുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ജ്ഞാനമാകുന്ന ക്രിസ്തു എന്ന ദൈവപുത്രൻ പാർക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ജ്ഞാനം സംഭരിച്ചു വച്ചിരിക്കുന്നത് അതുപോലെയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവപുത്രൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ താരതമ്യം ഉപയോഗിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. ഒരു മനുഷ്യൻ തൻ്റെ മകനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ് തൻ്റെ മകൻ. ഒരു മകനേ ഉള്ളൂ. താൻ ഏറ്റവും സ്നേഹിക്കുന്നതും താൻ ഏറ്റവും ലക്ഷ്യമാക്കുന്നതും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉള്ള സമ്പത്തുമെല്ലാം ആ മകനാണ്. ആ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ, ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ മകനാണ് എപ്പോഴും. അതാണ് ആ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഏക ആശ്രയം, ഏക ലക്ഷ്യം. അതുതന്നെയാണ് അവൻ്റെ ജ്ഞാനം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആ മനുഷ്യൻ നടക്കുമ്പോൾ, ആ മനുഷ്യൻ എവിടെ പോയാലും ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ പുത്രനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മറ്റൊരു ഉദാഹരണം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ, ദൈവം മനുഷ്യൻ്റെ പുറമേ ഉള്ളതിനെയല്ല ഹൃദയത്തെ നോക്കുന്നവനാണ്. കർത്താവിൻ്റെ അടുക്കൽ ഒരിക്കൽ ചില യഹൂദന്മാർ ആലോചന പ്രാപിക്കാൻ വേണ്ടി യെഹെസ്കേൽ പ്രവാചകൻ മുഖാന്തരം ദൈവത്തോട് ആലോചന ചോദിക്കാൻ ചെന്നു. ദൈവം അവരെ നോക്കിയിട്ട് യെഹെസ്കേൽ പ്രവാചകൻ ദൈവത്തോട് ആലോചന ചോദിച്ചു. ചില കർത്താവിൻ്റെ ദാസന്മാർ, ചില ദൈവജനം വന്നിട്ടുണ്ട്, അവർക്ക് ചില ആലോചനകൾ ചോദിക്കാനുണ്ട് എന്ന വിഷയവുമായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, അവർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ആലോചന ചോദിക്കാൻ വന്നാൽ ഞാൻ അവരോട് പറയുമോ? പറയില്ല. കാരണം ദൈവം ഹൃദയത്തെ നോക്കുന്നവനാണ്. ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വിഗ്രഹങ്ങളെ കാണുന്നു. അതായത് ദൈവത്തെ വിട്ട് ആരാധിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ആശ്രയങ്ങളാണ് അവരുടെ ഹൃദയത്തിലുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ്. അവരുടെ ഹൃദയത്തിൽ അവർ ധ്യാനിക്കുന്നതും അവർ വിഗ്രഹമായിട്ട് കൊണ്ടു നടക്കുന്നതുമായ അനവധി വിഷയങ്ങളുണ്ട്. ഇതുപോലെ ഒന്നാണ് ഈ മനുഷ്യൻ്റെ കാര്യം. ഈ മനുഷ്യൻ്റെ മകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലോകത്തിലേക്ക് ഏറ്റവും വലുതാണ്, ദൈവത്തെക്കാൾ വലുതാണ്. അപ്പോൾ ആ മനുഷ്യനെ നോക്കുമ്പോൾ, പുറമേ നോക്കുമ്പോൾ ആ മനുഷ്യനെ കാണാം, ഹൃദയത്തെ നോക്കുമ്പോൾ മകനെയും കാണാം. ദൈവം നോക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മകനെ കാണാം. ദൈവ ഹൃദയത്തിലാണ് നോക്കുന്നത്. പുറമേയുള്ള മനുഷ്യൻ നോക്കുമ്പോൾ ആ മനുഷ്യ ശരീരത്തെ കാണാം. എന്നാൽ ഇവിടെ നമ്മൾ ഗ്രഹിക്കാൻ വേണ്ടി ചിന്തിക്കുകയാണ്, ഈ മനുഷ്യൻ, അതായത് മകനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യൻ അരൂപിയും, ഈ മനുഷ്യൻ അരൂപിയും ഹൃദയത്തിലെ ജ്ഞാനം അല്ലെങ്കിൽ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന മകൻ ദൃശ്യനുമാണെങ്കിൽ നടക്കുന്നവൻ ആരെ കാണും? പുറമേ നോക്കുന്നവൻ ആരെ കാണും? പുറമേയുള്ള മനുഷ്യൻ അരൂപി ആയതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന മകനെ കാണാം. ഇതുപോലെ ദൈവം അരൂപിയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉള്ള ദൈവജ്ഞാനം സ്വരൂപമുള്ളവനാണ്. ദൈവത്തെ നോക്കുമ്പോൾ ദൈവം അരൂപി ആയതുകൊണ്ട് കാണുന്നില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തെ നോക്കുമ്പോൾ അവിടെ അവൻ്റെ ജ്ഞാനം സ്വരൂപമുള്ളതായതുകൊണ്ട് അതിനെ കാണാം. ഈ സ്വരൂപമാണ് ദൈവരൂപത്തിലിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ കാണുന്നെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തു ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. അവിടെ അദൃശ്യനായ ദൈവം അവിടെ ഉണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ മാത്രമേ അവിടെ ദൃശ്യമായതായിട്ട് പുറമേ ഉള്ളവർ കാണുന്നുള്ളൂ. ഈ ആളാണ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രൻ. ഇതുകൊണ്ടാണ് യഹോവയായ ദൈവം സിംഹാസനത്തിലിരിക്കുന്നു എന്ന് പറയുന്നത്.
അപ്പോൾ ആ വാക്യത്തിൽ തെറ്റാണോ? ആ വാക്യം തെറ്റിപ്പോയോ? അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ ആള് ദൈവം അല്ലേ? എന്തുകൊണ്ടല്ല? എന്തുകൊണ്ടല്ല? ഒരു മനുഷ്യന്റെ ജ്ഞാനം ആ മനുഷ്യന്റെ ഭാഗമല്ലേ? ഇതുപോലെ ദൈവത്തിന്റെ ഭാഗമല്ലേ ദൈവത്തിന്റെ ജ്ഞാനം? ഒരു മനുഷ്യൻ ഒരു ആഹ്, ഉ ഭാഷയില്, അതായത് എബ്രായ ഭാഷയില് അദ്ദേഹത്തിന് സങ്കീർത്തനം 1 സങ്കീർത്തനം എഴുതണം. അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല. ആൽഫബറ്റ് പോലും അറിയില്ല. അങ്ങനെ ആ മനുഷ്യൻ പഠിക്കാൻ പോയി. പഠനം കഴിഞ്ഞ് വന്ന് സങ്കീർത്തനം ആവശ്യം പോലെ തന്നെ താൻ ആഗ്രഹിക്കുന്നതെല്ലാം എഴുതി. എബ്രായ ഭാഷയിൽ എഴുതി. ഹീബ്രു ഭാഷയിൽ ആ മനുഷ്യൻ എഴുതി. അത് എങ്ങനെ എഴുതി? അതിന് മുമ്പ് ഒരിക്കൽ അദ്ദേഹത്തോട് എഴുതാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചില്ല. ഇപ്പോൾ എഴുതി. എങ്ങനെ സാധിച്ചു? അദ്ദേഹത്തിന് അതിനുള്ള ജ്ഞാനം ഇപ്പോഴാണ് കിട്ടിയത്. എഴുതിയതാരാ? ആ മനുഷ്യനാണ് എഴുതിയത്. മുമ്പ് എഴുതാതിരുന്നതാരാ? അതും ആ മനുഷ്യനാണ്. എന്തുകൊണ്ട് ഇപ്പോൾ എഴുതി അന്ന് എഴുതിയില്ല? അന്ന് ജ്ഞാനമില്ലായിരുന്നു. അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പോൾ വന്നതല്ലേ? അതെ. ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വന്നതാണ്. വരച്ചതാരാ? എഴുതിയതാരാ? എഴുതിയത് ആ മനുഷ്യനാണ്. അപ്പോൾ എഴുതിയ ജ്ഞാനം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ഭാഗമല്ലേ? അതെ. അതിനെ ആ മനുഷ്യൻ്റെ സ്ഥാനം കൊടുക്കാവോ? നിശ്ചയമായിട്ടും കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് ഇന്ന് സ്വർഗ്ഗത്തിലെ ദൈവവും, ദൈവപുത്രനായ ക്രിസ്തുവും. ഇത് 2 വശവും ദൈവമാണെന്ന് പറയുന്നതും ദൈവമല്ലെന്ന് പറയുന്നതിൻ്റെയും പൊരുളതാണ്. കാരണം ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയാണ് ദൈവപുത്രൻ. ഒരു മനുഷ്യൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ആ മനുഷ്യനിൽ നിന്ന് അന്യമല്ല. ആ മനുഷ്യൻ്റെ ഭാഗം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ഭാഗമായ ദൈവപുത്രൻ. ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ കാണാം, ദൈവത്തെ കാണാൻ പാടില്ല. അപ്പോൾ ഞാൻ കണ്ടതാരെ? ദൈവത്തിൻ്റെ ജ്ഞാനത്തെ. അത് ദൈവത്തിൻ്റെ ഭാഗം തന്നെയല്ലേ? അതെ. അപ്പോൾ ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറയാൻ പാടില്ലേ? നിശ്ചയമായിട്ടും പറയാം. നിശ്ചയമായിട്ടും ഞാൻ ദൈവത്തെ കണ്ടെന്ന് പറയാം. അങ്ങനെ പറഞ്ഞവരുണ്ടോ? ഉണ്ട്. 74 പേര്, ഇസ്രായേൽ മൂപ്പന്മാര് 70 പേരും, മോശയും അഹരോനും നാദാബും അബീഹുവും, ഇങ്ങനെ 74 പേര് ഈ ദൈവത്തെ കണ്ട് ഭക്ഷണം കഴിച്ചതാ. എന്തിനെ കണ്ടു? ദൈവത്തെ കണ്ട് ഭക്ഷണം കഴിച്ചത്. ദൈവത്തെ കാണാൻ പറ്റൂലല്ലോ? പറ്റൂല. പക്ഷെ ദൈവജ്ഞാനത്തെ കാണാം. അപ്പോൾ കണ്ടതാരെയാ? ദൈവജ്ഞാനമാകുന്ന ക്രിസ്തു എന്ന ദൈവപുത്രനെയാണ് കണ്ടത്. അവനെ ദൈവം എന്ന് വിളിക്കാവോ? നിശ്ചയമായിട്ടും വിളിക്കാം. നിശ്ചയമായിട്ടും വിളിക്കാം. കാരണം സിംഹാസനത്തിലിരിക്കുന്ന ഈ ദൈവപുത്രനെ നോക്കിയിട്ട് കർത്താവേ നീ സകലവും സൃഷ്ടിച്ചവനും സകലതും നിന്റെ ഹിതത്താൽ ഉളവായതുമാകുന്നുവെന്ന് അവനെ നോക്കിക്കൊണ്ട് ദൂതന്മാർ പറയാമെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പാടില്ലേ? നിശ്ചയമായിട്ടും പറയാം. നിശ്ചയമായിട്ടും പറയാം. കർത്താവിന് സ്തോത്രം. അപ്പോൾ അവിടെ ഉദിക്കുന്ന ചോദ്യം യേശുവിൻ്റെ പിതാവാരതിൽ? യേശുവിൻ്റെ പിതാവാര്? ഈ ജ്ഞാനമാണോ? ജ്ഞാനം വസിക്കുന്ന ഹൃദയമാണോ? ആ ആണോ യേശുവിൻ്റെ പിതാവ്? ജ്ഞാനം വസിക്കുന്ന ഹൃദയം, അതിൻ്റെ ഉടമസ്ഥൻ അതാണ് ആ ദൈവം. അവനാണ് പിതാവ്. ഈ ജ്ഞാനത്തെ ദൈവം എന്ന് പറയാൻ പാടില്ലേ? പറയാം. അതുകൊണ്ട് തന്നെ അത് പിതാവല്ലേ? അതെ. അതെ. ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവത്തെ സൃഷ്ടിയിൽ നിന്നൊരു മനുഷ്യൻ ദൈവത്തെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ, ദൈവത്തിൻ്റെ ഭാഗമായ ക്രിസ്തു എന്ന ദൈവജ്ഞാനത്തെ ദൈവമായിട്ട് തന്നെ കണക്ക് കൂട്ടുന്നു. സങ്കീർണത അവിടെയാണ് കിടക്കുന്നത്. അവിടെ വിഷയമാണ്. കാരണം എന്താണ് വിഷയം? കാലാവസാനം വന്നപ്പോൾ മാനവരാശിയുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ദൈവം തൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഈ പുത്രനെയാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്. മനുഷ്യജന്മമെടുത്ത് ഇവിടെ പാപങ്ങളുടെ പരിഹാരം ഉണ്ടാക്കാൻ പുത്രനെയാണ് എടുത്തത്. ഈ വന്നത് ആണ് ഇവിടെ ഭൂമിയിൽ വന്ന യേശു എന്ന മനുഷ്യപുത്രൻ.
ഈ മനുഷ്യപുത്രന്റെ ന്റെ പിതാവ് ആരെന്നുള്ളതാ ചോദ്യം. ഇപ്പൊ നമ്മള് ചോദിച്ചപ്പോ കൺ സംശയം തോന്നത്തക്ക രീതിയിലുള്ള വിഷയങ്ങൾ ഇപ്പൊ നമ്മള് ചെന്നെത്തി. കാരണം ദൈവത്തിന്റെ ഭാഗം തന്നെയാണ് ദൈവത്തിന്റെ ഹൃദയത്തിലിരിക്കുന്ന ദൈവജ്ഞാനം. അതായത് പുത്രൻ. ഈ ദൈവജ്ഞാനമാകുന്ന പുത്രനെയാണ് വീണ്ടെടുപ്പിനായിട്ട് ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ ഈ ലോകത്തിൽ വന്ന യേശു എന്ന മനുഷ്യപുത്രൻ ദൈവപുത്രന്റെ ഭാഗമാണ്. ദൈവപുത്രൻ ദൈവത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ഭൂമിയിൽ വന്ന മനുഷ്യപുത്രൻ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ വന്ന മനുഷ്യപുത്രൻ പിതാവെന്ന് വിളിച്ചത് ആരെയാണ്? സംശയമൊന്നും വേണ്ട, ദൈവത്തെ. ദൈവപുത്രൻ ആകുന്ന ദൈവജ്ഞാനം വസിക്കുന്ന ദൈവത്തെയാണ് ദൈവം എന്ന് വിളിച്ചത്. സ്വർഗത്തിൽ ദർശിക്കത്തക്കതായി ഈ മനുഷ്യപുത്രൻ എന്താണുള്ളത്? സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ദൈവപുത്രനെ വഹിക്കുന്ന ദൈവത്തിൻ്റെ ദൃശ്യം ദൈവപുത്രൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വചനത്തിൽ നിന്ന് യേശുവിൻ്റെ പിതാവാരെന്ന് പഠിക്കുമ്പോൾ ദൈവജ്ഞാനമാവുന്ന ദൈവപുത്രനെ ഹൃദയത്തിൽ വഹിക്കുന്ന ദൈവമാണ് യേശുവിൻ്റെ പിതാവ്. തത്വത്തിൽ അവൻ ദൈവത്തിൻ്റെ ജ്ഞാനമായതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ ആ ദൈവജ്ഞാനത്തിൻ്റെ മനുഷ്യരൂപമാണ് ഇവിടെ വന്ന യേശു. അടുത്ത ഭാഗം, ഇങ്ങനെ ദൈവത്തിൻ്റെ മാർവിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ആയിരിക്കുന്ന ദൈവപുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തി. അതായത് കാരണഭൂതൻ്റെ ഹൃദയത്തിലിരിക്കുന്ന കാരണഭൂതൻ്റെ ജ്ഞാനം വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ വെളിപ്പെടുത്തിയതിന് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വചനം ജഡമായി തീർന്നു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതിലൊന്നാമത്തെ ഭാഗം ശരീരമാണ്, ജഡമാണ്. അത് വചനം ജഡമായി തീർന്നതാണ് എന്ന് പറഞ്ഞാൽ ആദാമ്യ വീഴ്ചയോടുകൂടി ദൈവം പറഞ്ഞിട്ടുള്ള സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരുവൻ വരും, അതുപോലെ നീതിമാനായിട്ട് ഒരുവൻ വരും, പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ഒരുവൻ വരും, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് ഒരുവൻ വരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്ന അവസ്ഥയിലായിരിക്കും വരുന്നത്, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല, മനുഷ്യവംശത്തിൻ്റെ മുഴുവനും പാപവും അവൻ വഹിക്കും. അവന് പാപം നിമിത്തം അവൻ്റെ പാപജഡം നിമിത്തം അല്ലെങ്കിൽ അവൻ്റെ ജഡത്തിൽ മാനവരാശിയുടെ പാപം വഹിച്ചതുകൊണ്ട് ആ ജഡത്തെ ദൈവം തകർത്ത് കളഞ്ഞു. അങ്ങനെ പാപങ്ങളുടെ പരിഹാരമുണ്ടാക്കി. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന മനുഷ്യപുത്രൻ, ദൈവപുത്രൻ മനുഷ്യനായി വരുന്ന അവസ്ഥയെക്കുറിച്ചുള്ള വചനങ്ങളുടെ എല്ലാത്തിൻ്റെയും നിവൃത്തിയായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യജന്മം എടുത്തത്. അതുകൊണ്ടാണ് അവനെ വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നത്. വചനം ജഡമായി തീർന്നു. ഇപ്രകാരം ജഡമായി തീർന്ന യേശുവിൻ്റെ ശരീരത്തിൽ ദൈവം വസിച്ചു. വചനം ജഡമായി തീർന്നതിന് ശേഷം ആ ജഡത്തിലാണ് ദൈവം വെളിപ്പെട്ടത്. അങ്ങനെ വെളിപ്പെട്ടതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്, പിതാവ് എന്നോട് എന്നെ പിതാവിൻ്റെ അടുക്കൽ ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു, പിതാവ് എന്നോട് കൽപ്പിക്കുന്നത് ഞാൻ സംസാരിക്കുന്നു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു.
ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു. അപ്പോൾ യേശു ചെയ്തതും സംസാരിച്ചതും പ്രവർത്തിച്ചതും അനുഭവിച്ചതെന്ന് പറയുമ്പോൾ യേശു പ്രാർത്ഥിച്ചു പറഞ്ഞു, പിതാവെ, കഴിയുമെങ്കിൽ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ സ്വന്തം ഇഷ്ടം പോലും അവിടെയില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി. ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ട്, അതായത് ഞാൻ എല്ലായ്പ്പോഴും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. അവൻ്റെ ജീവിതം മുഴുവനും, അതായത് അവൻ്റെ ജീവിതത്തിൽ അവൻ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകുന്ന സമയം മുതൽ അവസാനം വരെയും, മരണം വരെയും പിതാവിൻ്റെ ഇഷ്ടമല്ലാതെ, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല. അവന് സ്വന്തമായിട്ട് ഇഷ്ടമുണ്ട് താനും. അതാണ് അവൻ്റെ മനുഷ്യത്വം. അവനപ്പോൾ തന്നെ സ്വന്തമായിട്ട് ഇഷ്ടമുണ്ട്, അതിന് ചെയ്തിട്ടില്ല, പിതാവിൻ്റെ ഇഷ്ടമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വചനം ജഡമായി തീർന്നു, അല്ലെങ്കിൽ വചനം മനുഷ്യനായി തീർന്നു. ആ മനുഷ്യനിൽ ദൈവം വെളിപ്പെട്ടു, കാരണഭൂതനായ ദൈവം വെളിപ്പെട്ടു. എങ്ങനെ? കാരണഭൂതനായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെല്ലാമുണ്ടോ അത് മുഴുവനുമായിരുന്നു ഈ മനുഷ്യനായി യേശു ചെയ്തത്. അതുകൊണ്ട് വചനം പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന് മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വെളിപ്പാട് തന്നെയാണ് ഈ മനുഷ്യനായ യേശു. ദൈവത്തിൻ്റെ ഭാഗം തന്നെയാണ് ദൈവപുത്രനായ ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഭൂമിയിൽ വന്ന മനുഷ്യനായ യേശു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. കാരണഭൂതനായ ദൈവത്തെ തൻ്റെ മാർവിലിരിക്കുന്ന പുത്രൻ മനുഷ്യജന്മമെടുത്ത് ലോകത്തിന് വെളിപ്പെടുത്തി. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ജഡമോ, വചനം ജഡമായി തീർന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു.